നമസ്കാരം. ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള ഒരു വിഷയം യൂറോളജി സംബന്ധമായിട്ടാണ്. കഴിഞ്ഞൊരു ദിവസം ഇവിടെ ഒരു രോഗി വന്നു. അദ്ദേഹത്തിന് 60 വയസ്സോളം ഉണ്ട്. ഒരു ഹോസ്പിറ്റലിൽ ആയിരുന്നു ജോലി ചെയ്ത്, അവിടുന്ന് റിട്ടയർ ചെയ്തിരിക്കുന്ന ആളാണ്. പുള്ളി ആദ്യം പറഞ്ഞ് നേരത്തെ ഏതാണ്ട് ഒരു മാസം മുമ്പ് മൂത്രത്തിൽ കൂടെ രക്തം വന്നു. അത് വന്ന് പുള്ളി അത്ര കാര്യമായിട്ടില്ല, എന്തോ ഇച്ചിരി വെള്ളമൊക്കെ കൂടുതൽ കുഴിച്ച് എന്തോ ഗുളിക കഴിച്ചപ്പോൾ അത് പോയി. പിന്നെ രണ്ടാമത് വീണ്ടും കഴിഞ്ഞ ദിവസം ഇവിടെ യാത്ര ചെയ്തിട്ട് തിരിച്ചു പോയപ്പോൾ വീണ്ടും ബ്ലഡ് വന്നു. ബ്ലഡിനകത്ത് ചെറിയ ക്ലോട്ട്സ് കണ്ടു, രക്തത്തിൻ്റെ കട്ട പോലെ കണ്ടു. അതുകൊണ്ടാണ് പുള്ളിക്ക് അത് ഭയപ്പെടുത്തി. പുള്ളി ഉടനെ എന്തുവാണെന്ന് കാരണം കാണാനായിട്ട് വന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിയൊക്കെ ചോദിച്ചു കഴിഞ്ഞു. പുള്ളിക്ക് അപ്പോൾ സ്മോക്കിംഗ് ഉണ്ട്, ഒരു 10-20 വർഷമായിട്ട് സ്മോക്കറാണ് പുള്ളി. വല്ലപ്പോഴും സ്മോക്ക് ചെയ്യുമെന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി, അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയപ്പം ബ്ലാഡറിനകത്ത് ചെറിയൊരു ട്യൂമർ പോലെ, ഒരു മുഴ പോലെ ഉണ്ടാകും. അപ്പം എപ്പോഴും ഈ 60 വയസ്സ് കഴിഞ്ഞാൽ അൾട്രാസൗണ്ടിനകത്ത് ഇങ്ങനെ ഒരു ഫൈൻഡിങ് ഉണ്ടെങ്കിൽ ഉടനെ നമ്മൾ ബാക്കി ടെസ്റ്റുകളെല്ലാം ചെയ്തതിന് ശേഷം സിസ്റ്റോസ്കോപ്പി ചെയ്ത് നോക്കണം. സിസ്റ്റോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പോൾ ഒരു 2 സെൻറ്റിമീറ്റർ സൈസിലുള്ള ഒരു ചെറിയ ട്യൂമർ മൂത്രസഞ്ചിക്കകത്തുണ്ട്. ഒരു മൂത്രക്കുഴൽ, കിഡ്നിയുടെ ട്യൂബ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ തൊട്ട് സൈഡിലാണത്. അപ്പോൾ അതിൽ നിന്നൊരു ബയോപ്സി എടുത്തു കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതിനകത്ത് ക്യാൻസറിൻ്റെ ആണെന്നുള്ളത് സ്ഥിരീകരിച്ചു. അത് കഴിഞ്ഞ് ഈ 2 സെൻറ്റിമീറ്റർ ഉള്ള ട്യൂമർ ആയതുകൊണ്ട് നമുക്ക് ഈ എൻഡോസ്കോപ്പിക് സർജറി, അതായത് TURBT എന്നാണ് പറഞ്ഞാൽ ട്രാൻസ്യൂറിത്രൽ റിസെക്ഷൻ ഓഫ് ബ്ലാഡർ ട്യൂമർ. ഈ TURBT ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ലോ ഗ്രേഡ് ട്യൂമർ ആയതുകൊണ്ട് TURBT മാത്രം ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആകും. ആ ട്യൂമർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഏതാണ്ട് ഒരു 1.1 സെൻറ്റിമീറ്ററൊക്കെ ഒരു ക്ലിയറൻസ് വെച്ചുകൊണ്ട് അത് കംപ്ലീറ്റ് നമ്മൾ റിസെക്റ്റ് ചെയ്യാൻ പറ്റി. റിസെക്റ്റ് ചെയ്തു, അതിൻ്റെ റിപ്പോർട്ട് വന്നു. അഗെയിൻ ഈ ട്യൂമർ എന്നുള്ളത് കൺഫേം ചെയ്തു. ഇനിയും ഇത് 2 സെൻറ്റിമീറ്റർ സൈസേ ഉള്ളതുകൊണ്ട് 2 കാര്യങ്ങളേ ഉള്ളൂ ചെയ്യാനുള്ളത്. ഒന്ന്, നമുക്ക് ഇത് ഒരു ഫോളോ അപ്പ് ചെയ്തിട്ട് എവറി 3 മന്ത്സ് സിസ്റ്റോസ്കോപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, 1 വർഷത്തേക്ക്. 1 വർഷത്തിന് ശേഷം 6 മാസത്തിലൊരിക്കലാക്കാം. അതിനിടയ്ക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഈ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്തോ വേറെ എങ്കിലും, ഈ ബ്ലാഡർ ട്യൂമറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് ഇത് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തതാണെന്നില്ല, കംപ്ലീറ്റ് പിന്നെ അവിടെ ഇനിയൊന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഇതൊരു മൾട്ടി സെൻട്രിക്കാണ്, വേറെ പല ഭാഗങ്ങളിലും ഇതുണ്ടാകാം. അതുകൊണ്ട് ഈ ട്യൂമർ ഈ സ്ഥലത്തില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ ട്യൂമറൊക്കെ ആണെങ്കിൽ ഈ TURBT ചെയ്താൽ മതി. കൂടെ ഉണ്ടാകുകയാണെങ്കിൽ ഇതിനോട് ചേർന്ന് TURBT ചെയ്തതിന് ശേഷം നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി ഒരു ഇൻട്രാവെസിക്കൽ BCG ഇൻസ്റ്റലേഷൻ ചെയ്യണം. അതൊരു വർഷത്തേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഇതിനൊരു കംപ്ലീറ്റ് ക്യൂറാണ്. സാധാരണ ക്യാൻസർ പോലെ പിന്നെ വേറെ സ്ഥലത്തോട്ട് വ്യാപിക്കുകയൊന്നുമില്ല. ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വല്ലപ്പോഴും ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഈ പേഷ്യൻറ്റിന് TURBT കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് വന്നു, ഒരു ലോ ഗ്രേഡ് ട്യൂമർ എന്നുള്ളത് കണ്ടു, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ട്യൂമർ റിമൂവ് ചെയ്തെന്ന് കണ്ടു. നമ്മൾ തൽക്കാലം ഇത് അദ്ദേഹത്തിനെ ഫോളോ അപ്പിൽ വയ്ക്കും. 3 മന്ത്സിൽ സ്കോപ്പ് ചെയ്ത് നോക്കും. കുഴപ്പമൊന്നുമില്ലെങ്കിൽ വീണ്ടും വെയിറ്റ് ചെയ്ത് 6 മന്ത്സിൽ നോക്കും. എന്തെങ്കിലും ചേഞ്ചസ് അവിടെ കാണുകയാണെങ്കിൽ മാത്രം ഈ BCGയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയുള്ളൂ. ഇവിടെ ഞാനൊരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മൂത്രത്തിൽ രക്തം കണ്ടാൽ ഒരു കാരണവശാലും നമ്മൾ വെയിറ്റ് ചെയ്യരുത്. നമ്മൾ മരുന്ന് കഴിച്ചിട്ട് രക്തം നിന്നുവെന്നും വെച്ച് നമ്മൾ അനങ്ങാതിരിക്കരുത്. ഈ പ്രത്യേകിച്ചും 60 വയസ്സോ അല്ലെങ്കിൽ 40 വയസ്സോ കഴിഞ്ഞതിന് ശേഷം എപ്പോൾ രക്തം കണ്ടാലും കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. പല കാരണങ്ങൾ കൊണ്ട് മൂത്രത്തിൽ രക്തം ഉണ്ടാകും, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ട്യൂമർ അല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം. അതിന് ടെസ്റ്റുകൾ ചെയ്ത് മാത്രമേ ഉറപ്പിക്കാനൊക്കെ ഉള്ളൂ. ട്യൂമർ ആണെങ്കിൽ ഏർലി സ്റ്റേജിൽ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ക്യൂറാണ്. ട്യൂമറുമായിട്ടൊക്കെ പിന്നെ ഒരു ട്യൂമറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട, യൂറിനകത്ത് ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒരു ഡോക്ടറെ കാണണം. അതിന് വിദഗ്ധമായ ചികിത്സ ആവശ്യമെങ്കിൽ അത് ചെയ്തിരിക്കണം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.